ഹായ് സുഹൃത്തുക്കളെ, ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ചുവന്ന ഉറുമ്പുകളും കറുപ്പ് ഉറുമ്പുകളും അതിലിടുകയും മൂടി ലോക്ക് ചെയ്യുകയും ചെയ്തു. അത് പരസ്പരം ഇണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബോട്ടിൽ എടുത്തിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് വെച്ചു. ആ സമയത്ത് കറുപ്പ് ഉറുമ്പുകളും ചുവന്ന ഉറുമ്പുകളും പൊരിഞ്ഞ അടികൂടാൻ തുടങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടങ്ങി. ശാസ്ത്രീയമായിട്ട് അതിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ചുവന്ന ഇറുമ്പുകൾ വിചാരിക്കുന്നത് ബോട്ടിൽ കുലുക്കിയപ്പോൾ ഉണ്ടായ ഒരു അസ്വസ്ഥത ആ കറുപ്പ് ഉറുമ്പുകളാണ് ഉണ്ടാക്കിയതെന്നും, കറുപ്പ് ഉറുമ്പുകൾ വിചാരിക്കുന്നത് ചുവന്ന ഉറുമ്പുകളാണ് അത്തരം ഒരു പ്രതിഭാസം ഉണ്ടാക്കിയത് എന്നും വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തത്. ബോട്ടിൽ കുലുക്കിയ ആളാണ് ആ സംഭവം ഉണ്ടാക്കിയത് എന്ന് രണ്ട് ഇനത്തിൽപ്പെട്ട ഉറുമ്പുകൾക്കും അറിയില്ല. മൂന്നാമതൊരാളാണ് ഈ രണ്ട് ഇനത്തിനിടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത്. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ, ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് രണ്ടു പേർക്കിടയിൽ അവർ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് പോകുമായിരിക്കും. അപ്പോൾ മൂന്നാമതൊരാള് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ വരിക. അത് എല്ലാ റിലേഷൻഷിപ്പിലും അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്നാമതൊരു വ്യക്തിയെ ചൊല്ലിയായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോഴോ മൂന്നാമത് ഒരാളുടെ ഇടപെടൽ മൂലമോ മറ്റുമൊക്കെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പ് പ്രശ്നത്തിൽ വരിക. അത് നമ്മൾ ആഴമായിട്ട് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് മറ്റെല്ലാ റിലേഷൻഷിപ്പിലും. രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ആളായിരിക്കും. അപ്പൊ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻഷിപ്പുകളിലെ ആൾക്കാരെ എല്ലാം നമ്മൾ മാക്സിമം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ ജീവിതത്തിന് ശ്രേഷ്ഠത നൽകുന്ന ഒരു ഘടകം എന്നുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പിൽപ്പെട്ട ആൾക്കാരെല്ലാവരുമാണ്. അപ്പോൾ രണ്ടുപേർക്കിടയിൽ പ്രശ്നം വരുന്നത് മൂന്നാമത് ഒരാൾ മൂലമായിരിക്കും. ഓക്കെ, താങ്ക് യു.